ദുബായ് എയർ ഷോയ്ക്കിടെ നമ്മുടെ ഒരു തേജസ് യുദ്ധവിമാനം തകർന്നു വീഴുന്ന കണ്ടപ്പോൾ നമ്മൾ അന്നത്തെയൊക്കെ വീഡിയോകളിൽ സംസാരിച്ചൊരു കാര്യമുണ്ട്. ഇന്ത്യ 100% തദ്ദേശീയമായിട്ട് യുദ്ധവിമാനങ്ങൾ ഉൾപ്പെടെയുള്ള സകല ആയുധങ്ങളും നിർമ്മിച്ചെങ്കിൽ മാത്രമേ നമുക്ക് ഇത്തരം അപകടങ്ങളെ കൺട്രോൾ ചെയ്യാനും ഒഴിവാക്കാനും ഒക്കെ കഴിയൂ. നമ്മൾ വിദേശ രാജ്യങ്ങളെ ഡിപ്പെൻഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എപ്പോഴും ചില പരിമിതികളും പോരായ്മകളും ഉണ്ടാകുമെന്നത് തീർച്ചയായിട്ടും നമ്മൾ ആ സമയത്ത് ചർച്ച ചെയ്തതാണ്. ഇന്നലെ വളരെ സന്തോഷകരമായ ഒരു വാർത്ത വന്നു. അതോടൊപ്പം തന്നെ പലർക്കും അറിയാത്ത ചില ഞെട്ടിക്കുന്ന കാര്യങ്ങളും പറയാനുണ്ട്. ആദ്യം ആ സന്തോഷകരമായ വാർത്തയെക്കുറിച്ച് പറയാം. യുദ്ധവിമാനങ്ങൾ തകരുന്ന സാഹചര്യം ഉണ്ടാവുമ്പോൾ എന്ന് വെച്ചാൽ ഇനി രക്ഷയില്ല, വിമാനത്തെ സേവ് ചെയ്യാൻ പറ്റില്ല എന്ന ഉത്തമ ബോധ്യം വരുമ്പോൾ പൈലറ്റിന് രക്ഷപ്പെടാനായിട്ടുള്ള ഒരു അവസരമുണ്ട്. അവിടെയാണ് ഇജക്ഷൻ പ്രോസസ്സിന്റെ പ്രാധാന്യം. എന്ന് വെച്ചാൽ അവസാന നിമിഷം പൈലറ്റ് പെട്ടെന്ന് വിമാനത്തിന് പുറത്തേക്ക് കടക്കുന്ന പ്രക്രിയ, ഇജക്ഷൻ എന്ന വാക്കുകൊണ്ട് നമ്മൾ അതിനെ ആ ഒരു പ്രക്രിയയെ പൊതുവെ വിളിച്ചു വരാറുണ്ട്. ഈ ഒരു ടെക്നോളജി നമ്മുടെ ഇന്ത്യ ഡെവലപ്പ് ചെയ്യുകയും ഇന്നലെ അത് പരീക്ഷിച്ച് വിജയിപ്പിക്കുകയും ചെയ്തിരിക്കുകയാണ്. നമ്മുടെ പ്രതിരോധ ഗവേഷണ സ്ഥാപനമായിട്ടുള്ള DRDO ആണ് ഈ സംവിധാനങ്ങൾ ഡെവലപ്പ് ചെയ്തെടുത്തിരിക്കുന്നത്. യുദ്ധവിമാനങ്ങൾ തകരുന്ന സാഹചര്യമുണ്ടായാൽ പൈലറ്റിനെ അതിന്റെ കോക്പിറ്റിൽ നിന്ന് പുറത്തേക്ക് എത്തിച്ച് സുരക്ഷിതമായിട്ട് പാരച്യൂട്ടിന്റെ സഹായത്തോടെ നിലത്തിറക്കുന്ന സംവിധാനമാണ് ഇന്നലെ DRDO പരീക്ഷിച്ചത്. ചണ്ഡീഗഡിലെ ടെർമിനൽ ബാലിസ്റ്റിക് റിസർച്ച് ലബോറട്ടറിയുടെ റെയിൽ ട്രാക്ക് റോക്കറ്റ് സ്ലഡ് കേന്ദ്രത്തിലാണ് പരീക്ഷണം നടന്നത്. ട്രാക്കിൽ സജ്ജീകരിച്ച അതിവേഗത്തിൽ സഞ്ചരിക്കുന്ന യുദ്ധവിമാനത്തിന്റെ മാതൃകയിൽ നിന്ന് പൈലറ്റിനെ കോക്പിറ്റിൽ നിന്ന് ഇജക്റ്റ് ചെയ്യുകയും സീറ്റിൽ നിന്ന് വേർപെട്ട പൈലറ്റിനെ പാരച്യൂട്ടിന്റെ സഹായത്തോടെ തിരിച്ചിറക്കുകയും ചെയ്തു. ഇതിന്റെ ദൃശ്യങ്ങളും DRDO പങ്കുവച്ചിട്ടുണ്ട്. ഇത് വളരെ വളരെ സന്തോഷം നൽകുന്ന ഒരു വാർത്തയാണ്. ഇതോടൊപ്പം തന്നെ പലർക്കും ഒരു കാര്യം മനസ്സിലായിട്ടുണ്ടാവും, നമ്മുടെ തേജസ് ഉൾപ്പെടെയുള്ള യുദ്ധവിമാനങ്ങളിൽ ഇന്ത്യൻ നിർമ്മിതമായിട്ടുള്ള ഈ ഒരു ടെക്നോളജി അല്ല ഉപയോഗിച്ചിട്ടുള്ളത്. പിന്നെ നമ്മൾ ഏത് ടെക്നോളജിയാണ് ഉപയോഗിക്കുന്നത്? ആരാണ് നമുക്ക് ഈ ഒരു ടെക്നോളജി നൽകുന്നത് എന്ന് വെച്ചാൽ, ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ അപകടം സംഭവിച്ചാൽ പൈലറ്റിന് രക്ഷപ്പെടാൻ കഴിയുന്ന ഇജക്ഷൻ സീറ്റുകൾ, ആ സേഫ്റ്റി ടെക്നോളജി ഏത് രാജ്യത്തിന്റെ അടുത്ത് നിന്നാണ് നമ്മൾ തേജസ് ഉൾപ്പെടെയുള്ള വിമാനങ്ങളിൽ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്? ഉത്തരം ലളിതമാണ്. യുണൈറ്റഡ് കിങ്ഡം അഥവാ ബ്രിട്ടൻ എന്ന് പറയുന്ന രാജ്യം ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന മാർട്ടിൻ ബേക്കർ എന്ന് പറയുന്ന MB എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന കമ്പനിയാണ് എയർക്രാഫ്റ്റ് ഇജക്ഷൻ സിസ്റ്റംസ് ഉണ്ടാക്കുന്നത്. 1934 സ്ഥാപിതമായിട്ടുള്ള ഈ കമ്പനി ഇംഗ്ലണ്ട് ആസ്ഥാനമായിട്ടുള്ള ഒരു കമ്പനിയാണ്. ഈ കമ്പനിയാണ് നമ്മുടെ തേജസ് യുദ്ധവിമാനം ഉൾപ്പെടെയുള്ള വിമാനങ്ങളുടെയും എയർക്രാഫ്റ്റ് ഇജക്ഷൻ സിസ്റ്റംസ് ഡെവലപ്പ് ചെയ്ത് തന്നിട്ടുള്ളത്. എത്ര രാജ്യങ്ങൾക്കാണ് സ്വന്തമായിട്ട് ഇപ്പോൾ ഇന്നലെ DRDO ഡെവലപ്പ് ചെയ്തെടുത്ത ടെക്നോളജി, എയർക്രാഫ്റ്റ് ഇജക്ഷൻ സിസ്റ്റംസ് എന്ന് പറയുന്ന ടെക്നോളജി എത്ര രാജ്യങ്ങൾക്കാണ് ഉള്ളത്? അവിടെയാണ് ഇനി ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇത് എല്ലാ രാജ്യങ്ങൾക്കും ഉള്ള ഒരു ടെക്നോളജി അല്ല. ബ്രിട്ടൻ, അമേരിക്ക, റഷ്യ, ചൈന എന്നീ 4 രാജ്യങ്ങളുടെ കൈവശമുള്ള ടെക്നോളജിയാണ് നമ്മൾ ഇന്നലെ ഡെവലപ്പ് ചെയ്തെടുത്ത ടെക്നോളജി. ഫ്രാൻസിനും ഒരു പരിധി വരെ ഈ ഒരു ടെക്നോളജി ഉണ്ടെങ്കിലും, അല്ലെങ്കിൽ ഫ്രാൻസും ഇത് നിർമ്മിച്ചിരുന്നുവെങ്കിലും, ഇപ്പോൾ ഫ്രാൻസിന്റെ റഫേൽ യുദ്ധവിമാനങ്ങൾ പോലും ആശ്രയിക്കുന്നത് മാർട്ടിൻ ബേക്കർ എന്ന് പറയുന്ന കമ്പനിയാണ്. അതുകൊണ്ട് നിലവിൽ ഈ ഗ്രൂപ്പിൽ 4 രാജ്യങ്ങളാണ് ഉണ്ടായിരുന്നത്: US, റഷ്യ, ചൈന, ബ്രിട്ടൻ. ആ ഗ്രൂപ്പിലേക്ക് ഇന്ത്യ കൂടി ഇന്നലത്തോടു കൂടി എത്തിയിരിക്കുകയാണ്. ഇനി നമുക്ക് ഈ ഒരു ഇന്നലെ നമ്മൾ ഡെവലപ്പ് ചെയ്ത് പരീക്ഷിച്ച് വിജയിപ്പിച്ച ഈ ഒരു ടെക്നോളജി ഇനി നമ്മുടെ എയർക്രാഫ്റ്റുകളിൽ ടെസ്റ്റ് ചെയ്യാനായിട്ടുണ്ട്. അതിന് കുറച്ച് ടൈം എടുക്കും. പക്ഷെ ഇന്നലെ നമ്മൾ വിജയകരമായിട്ട് ഈ ടെക്നോളജി ഡെവലപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി മാർട്ടിൻ ബേക്കർ എന്ന് പറയുന്ന കമ്പനി ഏതൊക്കെ എയർക്രാഫ്റ്റുകൾക്കാണ് ഈ നമ്മുടെ ഇജക്ഷൻ സിസ്റ്റം ഡെവലപ്പ് ചെയ്ത് കൊടുക്കുന്നതെന്ന് ചോദിച്ചാൽ, ഒരുപാട് വിമാനങ്ങൾക്ക്, 1, 2, 3 ഒന്നുമല്ല, ഒരുപാട് വിമാനങ്ങൾക്ക് കൊടുക്കുന്നത് ഈ കമ്പനി തന്നെയാണ്. ഉദാഹരണത്തിന് F-35 ലൈറ്റ്നിങ് 2 എന്ന് പറയുന്ന 5ാം തലമുറ യുദ്ധവിമാനം ഉപയോഗിക്കുന്നത് മാർട്ടിൻ ബേക്കറിന്റെ MK-16 എന്ന് പറയുന്ന സിസ്റ്റമാണ്. JF-17 തണ്ടർ എന്ന് പറയുന്ന എയർക്രാഫ്റ്റ് ഉപയോഗിക്കുന്നത് ഇതേ സിസ്റ്റമാണ്. അത് ചൈനയുടെയും പാകിസ്ഥാന്റെയും ഒരു എയർക്രാഫ്റ്റ് ആണ്. നമ്മുടെ തേജസ് ഉപയോഗിക്കുന്നതും ഇതേ സാധനമാണ്. സൗത്ത് കൊറിയൻ യുദ്ധവിമാനങ്ങൾക്കും ഇത് തന്നെയാണ് ഉപയോഗിക്കുന്നത്, ഇതേ കമ്പനിയുടെ സാധനം. അതുപോലെ റഫേൽ യുദ്ധവിമാനങ്ങൾ ഇതേ കമ്പനിയുടെ സാധനമാണ് ഉപയോഗിക്കുന്നത്. യൂറോ ഫൈറ്റർ, യൂറോപ്യൻ യൂണിയനിലെ ഒട്ടുമിക്ക എയർക്രാഫ്റ്റുകളും ഇതേ കമ്പനിയുടെ ഈ ടെക്നോളജിയാണ് യൂസ് ചെയ്യുന്നത്. എന്ന് വെച്ചാൽ ലോകത്തെ ഒട്ടുമിക്ക രാജ്യങ്ങൾ, ഈവൻ ചൈന പോലും അവരുടെ പല എയർക്രാഫ്റ്റുകളിലും ഈ കമ്പനിയുടെ അടുത്തുനിന്ന് വാങ്ങുന്നു എന്നാണ് റെക്കോർഡ്സ് പറയുന്നത്. അതിൽ റഷ്യയുടെ പേര് മാത്രമാണ് അങ്ങനെ കാണാതെ ഉള്ളത്. ബാക്കി ഒട്ടുമിക്ക ലോക രാജ്യങ്ങളും ഈ കമ്പനിയുടെ അടുത്തുനിന്ന് വാങ്ങിയിട്ടാണ് ഉപയോഗിക്കുന്നത്. നമ്മുടെ ഇന്ത്യയും മിറാഷ് 2000 അടക്കമുള്ള എയർക്രാഫ്റ്റുകൾക്ക് ഇത് ഉപയോഗിക്കുന്നുണ്ട്.
സോ ഈ ഒരു ടെക്നോളജിയിൽ നമുക്ക് മാർട്ടിൻ ബേക്കർ എന്ന് പറയുന്ന കമ്പനി ഇത്രയും കാലം ഡിപ്പെൻഡ് ചെയ്യേണ്ടി വന്നുവെങ്കിൽ ഇന്നലെ നമ്മൾ സ്വന്തമായിട്ട് DRDO ഇതേ ടെക്നോളജി ഡെവലപ്പ് ചെയ്തെടുത്തതോടെ ഭാവിയിൽ നമ്മുടെ എയർക്രാഫ്റ്റുകൾക്ക് തേജസ് ആയാലും ഇനി വരാൻ പോകുന്ന AMC ആണെങ്കിലും തേജസിന്റെ മറ്റു വേർഷൻസ് ആണെങ്കിലും ഇതെല്ലാം നമുക്ക് നമ്മുടെ ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് തന്നെ ഡെവലപ്പ് ചെയ്തെടുക്കാൻ കഴിയും. ഇപ്പൊ നമ്മുടെ ആ ദുബായ് എയർ ഷോയിൽ പൈലറ്റ് പുറത്ത് കടക്കാനായിട്ട് ശ്രമിച്ചുവെന്നും എന്നാൽ എന്തോ സാങ്കേതിക തകരാറ് കാരണം അതിന് കഴിഞ്ഞില്ല എന്നുമൊക്കെയുള്ള പല അഭിപ്രായ പ്രകടനങ്ങളും പല എക്സ്പേർട്സും നടത്തുന്നത് കണ്ടിരുന്നു. ഉള്ളതാണെങ്കിലും സംശയമാണെങ്കിലും എന്തായാലും നമ്മൾ തന്നെ നമ്മുടെ ടെക്നോളജികൾ ഡെവലപ്പ് ചെയ്തെടുക്കേണ്ടത് അത്യാവശ്യമാണ്. എഞ്ചിന്റെ കാര്യത്തിലാണെങ്കിലും ഇതുപോലെയുള്ള ക്രിട്ടിക്കലായിട്ടുള്ള സുരക്ഷാ സംവിധാനങ്ങളുടെ കാര്യത്തിലാണെങ്കിലും നമ്മൾ മറ്റ് രാജ്യങ്ങളെയും മറ്റ് കമ്പനികളെയും ഡിപ്പെൻഡ് ചെയ്യുമ്പോൾ പണി ഏത് വഴി കൂടെ വരുന്നു എന്ന് പറയാൻ പറ്റില്ല. അങ്ങനെയാണ് ഇന്ന് ലോകത്ത് പല സംഭവങ്ങൾ നടക്കുന്നത്. അപ്പൊ അതുകൊണ്ട് നമുക്ക് ആരെയും കണ്ണുമടച്ച് ട്രസ്റ്റ് ചെയ്യാൻ പറ്റില്ല. ഒരു രാജ്യത്തിനെയും ട്രസ്റ്റ് ചെയ്യാൻ പറ്റില്ല, ഒരു കമ്പനിയെയും ട്രസ്റ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് തീർച്ചയായിട്ടും നമ്മൾ സ്വന്തമായിട്ട് ഇത്തരം ടെക്നോളജികൾ ഡെവലപ്പ് ചെയ്തെടുക്കുന്നത് തന്നെയാവും നല്ലത്. അതിൻ്റെ ഒരു വലിയ തുടക്കമായിട്ടാണ് ഇന്നലത്തെ വിജയത്തെ നമ്മൾ കാണുന്നത്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം.